യൂട്യൂബിന്റെ അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കരമായിട്ട് ഓൾറെഡി അപ്ഡേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അപ്ഡേഷൻ മാറുന്നുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പൊ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇനി മ്യൂട്ടാക്കി കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റേഷൻ കിട്ടത്തില്ല. അത് കൂടാണ്ട് നിങ്ങൾ മ്യൂസിക് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മ്യൂസിക് ആഡ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് പാട്ടിന് കോപ്പിറൈറ്റ് കിട്ടും, അത് വേറെ പ്രശ്നമാണ്. പക്ഷേ അതല്ലാതെ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് രാത്രി മുഴുവനും ലൈവ് സ്ട്രീമിംഗ് ഇട്ടിട്ട് കടന്നുറങ്ങി കഴിഞ്ഞാലൊന്നും ഇപ്പം മോണിറ്റേഷൻ കിട്ടുന്നില്ല. പിന്നെ കുസൃതി ചോദ്യം ഇടുന്നുണ്ടെങ്കിലും അതിന്റെ മൈക്ക് ഓൺ ആയിരിക്കണം കേട്ടോ. നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല. മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റേഷൻ കിട്ടത്തില്ല. ഓക്കെ, ഞാൻ 2-3 ചാനലുകൾ ഓൾറെഡി ഞാനിവിടെ അനുഭവിച്ചു കഴിഞ്ഞു. കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് തന്നിട്ടുണ്ട്, കുറെ ചാനൽ ഇതേപോലെ തന്നിട്ടുണ്ട്. പക്ഷെ ഒന്നിലും ലൈവില് മ്യൂട്ടായിരുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തത് കൊണ്ടാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മ്യൂട്ട് ചെയ്തതല്ല, കുറച്ച് സമയത്തെല്ലാം മ്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുൾ ടൈം മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല. അത് ലോ എഫേർട്ട് കണ്ടന്റ് ആണ് വരിക. ഓക്കെ, ലോ എഫേർട്ട് കണ്ടന്റ് ആണ് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചത്. നിങ്ങൾക്ക് കുറെ ചാനലുകൾ ഇതുപോലെ വന്നത് ലോ എഫേർട്ട് കണ്ടന്റ് ആണ്. റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ വേറെ ഉണ്ട്, റീയൂസ്ഡ് കണ്ടന്റ് വന്നത് ചാനലൊക്കെ വേറെ ഉണ്ട്. പക്ഷെ അത് കൂടാതെ ഏറ്റവും കൂടുതൽ ലോ എഫേർട്ട് കണ്ടന്റ് ആണ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ ചാനലൊന്നും ഇപ്പൊ ഇവിടെ കാണിക്കുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾ അങ്ങനെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ലൈവ് ചെയ്തിട്ട് ലാസ്റ്റ് കഷ്ടപ്പെട്ടിട്ട് ഇത്രയെല്ലാം ലൈവ് ഇട്ടിട്ടും വീഡിയോസ് ഇട്ടിട്ടും മോണിറ്റേഷൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വാച്ചിങ് അവേഴ്സ് വരുന്നത് ചിലപ്പോൾ ലൈവിലായിരിക്കും. ആ ലൈവ് ആണെങ്കിലോ ലോ എഫേർട്ട് കണ്ടന്റ് ആയിരിക്കും. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിങ് അവേഴ്സ് പിന്നെയും പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ മോണിറ്റേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് അപ്പീൽ ചെയ്യാൻ 1 മാസം ടൈമുണ്ട്. അങ്ങനെ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്ത സക്സസ് ആവുകയും ചെയ്യും. പക്ഷേ സബ്സ്ക്രൈബർ കൂടുകയും ചെയ്യും കേട്ടോ. സബ്സ്ക്രൈബർ കൂടുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെയുള്ള മര്യാദയ്ക്കുള്ള ലൈവ് വേണമെങ്കിൽ ഇടാം. ഓക്കെ, അതല്ലാതെ നിങ്ങൾ മൈക്കും ഓഫ് ചെയ്ത് ക്യാമറയും ഓഫ് ചെയ്ത് ലൈവ് ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ യൂട്യൂബിന്റെ പുതിയ അപ്ഡേറ്റിൽ ഒരു കാര്യവുമില്ല. അങ്ങനെ ഇടരുത്. നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് മോണിറ്റേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടേ വേണ്ട. കാരണം എന്താ വെച്ചെങ്കിൽ ലൈവിൽ മാത്രമല്ല ഷോർട്സിൽ അത് ഏറ്റവും കൂടുതൽ വരാൻ കാരണം എന്താ വെച്ചാൽ ലൈവില് കൂടുതൽ വാച്ചിങ് അവേഴ്സ് കിട്ടുന്നു എന്ന് കരുതിയിട്ട് കുറെ ആൾക്കാർ ഫോട്ടോ ഇട്ടിട്ട് രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ലൈവ് ഇങ്ങനെ ഓടിക്കൊണ്ടുണ്ടാവും. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ ഇട്ടിട്ടുണ്ടാവുക. ഒന്നെങ്കിലും ഫോട്ടോ ഇട്ടിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ റിപ്പീറ്റായിട്ട് വീഡിയോസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും മൈക്ക് ഓൺ ആയിരിക്കണം. മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മോണിറ്റേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ചിട്ട റൂമിലോ അതല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിലോ നിങ്ങൾ വേറെ എന്തെങ്കിലും സൗണ്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വേറെ സൗണ്ട് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോന്റെ സൗണ്ട് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ മ്യൂസിക് ഇടുന്നുണ്ടെങ്കിൽ മ്യൂസിക്കിന്റെ സൗണ്ട് ഉണ്ടാവും. മ്യൂസിക്കിന്റെ ഓൾറെഡി മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി യൂട്യൂബിന്റെ തന്നെ ലൈബ്രറിയിൽ തന്നെ മ്യൂസിക് എടുക്കാം, ഒരു കുഴപ്പമില്ല. അതല്ലാതെ നിങ്ങൾ വേറെ മ്യൂസിക് ഇടുന്ന സമയത്താണ് കോപ്പിറൈറ്റ് കിട്ടുക. നിങ്ങൾക്ക് യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന മ്യൂസിക് നിങ്ങളെ വീഡിയോസിലോ അല്ലെങ്കിൽ ലൈവ് ഇടുന്ന സമയത്തോ റിപ്പീറ്റായിട്ട് റീ ഓടിക്കുന്ന സമയത്തോ നിങ്ങൾ അങ്ങനെ മൈക്ക് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂസിക് ആഡ് ചെയ്യാം. ഓക്കെ, മ്യൂസിക് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് ഏറ്റവും സ്ക്രീൻ കാസ്റ്റ് ഇടുന്നവർക്കാണ് കേട്ടോ. സ്ക്രീൻ കാസ്റ്റ് ഇടുന്നവർക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാന്ന് പറഞ്ഞത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ലൈവ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഫേസ് കാണിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആയിരിക്കണം. ഫേസ് കാണിക്കണം നിർബന്ധമൊന്നുമില്ല, ക്യാമറ ഓൺ ആയിരിക്കണം. ഫേസ് അല്ലാതെ വേറെ എന്തെങ്കിലും കാണിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഫ്ലവർ എടുക്കുക, ഫ്ലവർ വെച്ചിട്ട് അങ്ങനെ ലൈവ് ഇടാം. എന്നാലും വോയിസ് കൊടുക്കണം, അതല്ലാന്നെങ്കിൽ മ്യൂസിക് ഇടണം. ഇത് 2 ഓപ്ഷനാണ് ഉള്ളത്. അതല്ലാതെ നമ്മൾ വെറും എന്തെങ്കിലും ഒരു ഫ്ലവർ കാണിച്ച് അതിനുശേഷം മൈക്ക് മ്യൂട്ട് ചെയ്ത് ഫ്ലവറും കാണിച്ച് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ലൈവ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നെങ്കിലും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ലൈവിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫേസ് കാണിക്കാത്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ആ ലൈവിൽ കയറിയിട്ട് ആ വീഡിയോസിൽ കയറിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതല്ലാതെ നിങ്ങൾ വെറും ലൈവ് മാത്രം ചെയ്യുകയാണെങ്കിൽ ഫേസ് കാണിക്കണം ഒന്നെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ആക്കണം. ഫേസ് കാണിക്കണം നിർബന്ധത്തിൽ. ഞാൻ ഫേസ് കാണിക്കണമെന്ന് പറയുന്നത് ക്യാമറ ഓൺ ആക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ടോയ
അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഫ്ലവറാ ചെടിയാ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. എന്നാലും മൈക്ക് ഓൺ ആയിരിക്കണം കേട്ടോ, മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ഓൺ വീഡിയോ, സ്വന്തം വീഡിയോ ഇട്ടിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് ചാനൽ കുറേ ഓൾറെഡി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ളത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല. 2 പ്രാവശ്യം അപ്പീൽ കൊടുത്തിട്ട് പോലും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റിലേക്കാണ് പോകുന്നുള്ളത്. ഇപ്പോൾ നിലവിൽ യൂട്യൂബ് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കണ്ടന്റ് ഇടുന്ന ആൾക്കാരെ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ശ്രമിക്കുന്നുള്ളത്. പല വീഡിയോ നമ്മളെ പോലത്തെ ചാനലൊന്നും അല്ല, ഇതിനെക്കാളും അപ്പുറം വീഡിയോസ് ലൈവ് അതൊക്കെ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ചെയ്ത ആൾക്കാരുണ്ട്. അവരൊക്കെ മോണിറ്റൈസേഷൻ റിജക്റ്റായി. കുറേ ആൾക്കാർ ഹിന്ദി ചാനൽ, ഞാൻ പല ചാനലും സെർച്ച് ചെയ്ത് നോക്കി, പല ചാനലും അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ, പല ചാനലും പോയിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോസ് ഇട്ട ചാനലുകൾ കുറേ ചാനൽ ഓൾറെഡി പോയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഒരു കന്നഡ ചാനൽ അറിയായിരുന്നു. ആ ചാനലിൽ ഓൾറെഡി ഇട്ടുകൊണ്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടീൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ലൈവ്, കണ്ടിന്യൂസ്ലി ലൈവ്, എത്ര 9 മണിക്കൂറും 10 മണിക്കൂറും ലൈവ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോണിറ്റൈസേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാം ഓൾറെഡി ഫുള്ള് സക്സസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ചാനൽ മോണിറ്റൈസേഷൻ അല്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത്. അതിന് ശേഷം വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ, അതിൽ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം എനിക്ക് തോന്നി അത് ഓൾറെഡി റിജക്റ്റ് ആയി, ആ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടാതെ പോയി. ഞാൻ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലൈവ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആയ ചാനൽ പോലും റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ പുതിയ അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് പുതിയ മോണിറ്റൈസേഷൻ ഉറപ്പായും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളെ ഓൺ കണ്ടന്റ് മാത്രം ഇടുക. ഷോർട്സ് ഇടുകയാണെങ്കിൽ മ്യൂസിക് ഇട്ടിട്ട് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അത് കൂടാതെ നിങ്ങൾ ലൈവ് ഇടുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോസ് ഇടാം. അല്ലാണ്ട് ലോ എഫേർട്ട് വീഡിയോസ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ലോ എഫേർട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഓൾമോസ്റ്റ് അറിയാം. എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോവും ഇല്ലാതെ വെറും ഫോട്ടോസ് മാത്രം ഇട്ടിട്ട് വോയിസും ഇല്ല, മ്യൂസിക്കും ഇല്ല, ഒന്നുമില്ല, നമ്മളൊരു എഫേർട്ടും എടുക്കാതെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കും അതിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നുള്ളത്, അത് ഓൾറെഡി ലോ എഫേർട്ട് ആയിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് മാക്സിമം ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ നേരെയുള്ള വീഡിയോസ് ലൈവ് പോവുകയാണെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെച്ചിട്ട്, ഇപ്പം കൂടുതൽ ആൾക്കാർക്കും റിജക്റ്റ് ആവാൻ കാരണം മൈക്ക് ഓൺ ഇല്ലാത്തത് കൊണ്ടാണ്. ഫുൾ ബ്ലാങ്ക് ആയിട്ട് അവരെ ലോകം മാത്രം കാണിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ചാനലുകളും ഇപ്പം മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലും ഒരു പിക്ചർ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കുക, ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ നമ്മൾ ലോകം മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ട് മൈക്ക് ഓഫ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റിസ്ക് ആണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ലൈവ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% മോണിറ്റൈസേഷൻ കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയില്ലെങ്കിൽ എന്താണ് റീസൺ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് ലൈവ് ഇട്ടിട്ട് ഒന്നുമില്ലാതെ നമുക്ക് തന്നെ തോന്നില്ല ഇത് ലോ എഫേർട്ട് എന്ന്. നമ്മൾ വെറുതെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ അപ്പം തന്നെ റിജക്റ്റ് ആയി കിട്ടും. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെറും വിത്തിൻ സെക്കൻഡ് കൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊക്കെ മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് 3 ദിവസം 4 ദിവസമല്ലേ അപ്ഡേഷൻ വന്നതിന് ശേഷമാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ലെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും അത്ര സമയം എടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ സെർച്ച് ചെയ്യാണ്, മാനുവലായിട്ട് ചെക്ക് ചെയ്യും, അതല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യും. ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ലൈവ് ഇടുന്ന സമയത്ത് നമ്മൾ ഫേസ് കാണിച്ചില്ലെങ്കിലും ക്യാമറ ഓണാക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു ഫ്ലവറോ ചെടിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം. ഓക്കെ, വോയിസ് ഓവർ കൊടുത്തിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ലൈവ് ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. അതല്ലാതെ നമ്മൾ വോയിസും കൊടുക്കൂല, വീഡിയോസിലും ഒന്നുമില്ല, മൈക്കും ഓഫാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രോബ്ലം വരും. അതല്ലാതെ വെറും പിക്ചർ മാത്രം കൊടുത്തിട്ട് നമ്മൾ മൈക്ക് ഓഫ് ചെയ്ത് പോയി,
എന്നാലും മോണിറ്റൈസേഷൻ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ലൈവ് ഇടുന്ന സമയത്താണ് ചെയ്യുന്നത്. വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. വീഡിയോസ് ഇപ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വീഡിയോസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വീഡിയോസിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ മ്യൂട്ട് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ലൈവിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലൈവിനെ കുറിച്ചിട്ട് മാത്രം പറഞ്ഞത്. ഇനി ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി മ്യൂസിക് ഇട്ടിട്ട് ചെയ്യുന്ന ഷോർട്ട് വീഡിയോക്കെല്ലാം മില്യൺ അടിച്ചിട്ട് ഓൾറെഡി അത് 10 മില്യൺ വേണമെന്ന് നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി ഷോർട്ട് വീഡിയോ 10 മില്യൺ അടിച്ചാൽ മാത്രമേ നമുക്ക് ഷോർട്സിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നാലും നമുക്ക് സബ്സ്ക്രൈബർ കൂടാൻ വേണ്ടിയിട്ട് ഷോർട്സ് നിരന്തരമായിട്ട് ഇടുന്നത് കുഴപ്പമില്ല. പക്ഷേ വേറൊരാളെ വീഡിയോസ് ഇനി ഒരു കാരണവശാലും ഇടാൻ പാടില്ല. റീയൂസ്ഡ് കണ്ടന്റ് പല മൈന്യൂട്ട് കാര്യങ്ങൾ പോലും റീയൂസ്ഡ് കണ്ടന്റ് കിട്ടുന്നുണ്ട് കേട്ടോ. മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു നമുക്ക് എത്ര എഡിറ്റ് ചെയ്തിട്ട് ശരിയാക്കി എന്ന് പറഞ്ഞാലും നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും റീയൂസ്ഡ് കണ്ടന്റ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഷോർട്സ് ഇടുന്ന സമയത്തും സൂക്ഷിക്കുക. ഷോർട്സ് ഇടുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവർ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും പല എഡിറ്റിങ്ങുകളും നടത്തിയിട്ട് മാത്രം നിങ്ങൾ ഷോർട്സ് ഇടുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ യൂട്യൂബിൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇനി പുതിയൊരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അതല്ലാതെ ഇപ്പോൾ ഉള്ള നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും.